ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു, കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാവ് ആസ് എ മെയിൻ വെർബ്. നമുക്ക് ഹാവ്, നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചിരിക്കുന്നത് ഹാവ് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം ഹാവിന് നമുക്ക് മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാൻ പറ്റും അല്ലെ? കുറച്ച് വെർബ്, നമ്മൾ ഓക്സിലറി വെർബിനെ എല്ലാ വെർബിനെയും മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഹാവിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാ? ഹാവ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പറയാനും ചെയ്യാനും പറ്റും അല്ലെ. അങ്ങനെ വരുമ്പോൾ സംസാരിക്കുമ്പം ഹാവ് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ നല്ലോണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഹാവ് വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും. ഹാവ് എ ഹെയർ കട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഹാവ് എ ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പോയി മുടി വെട്ടാനാണ്, മുടി വെട്ടാൻ പറയുന്നതാണ് ഹാവ് എ ഹെയർ കട്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോക്കകത്ത് നോക്കും. നമുക്ക് ഒരു എക്സാമ്പിളിൽ തുടങ്ങാം. നമ്മളിപ്പം ഒരു ഹാവ് വെച്ചിട്ടൊരു സെന്റൻസ് തുടങ്ങുന്നത് നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചോദിക്കണ്ടേ? ചോദിക്കുന്നത് എങ്ങനെ? ഡു യു ഹാവ് എ കാർ? ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. നമുക്കിത് നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഡു യു ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ നിന്റെ അടുത്ത് കാറുണ്ടോ, നിനക്ക് കാറുണ്ടോ എന്നാണ് ചോദ്യം. ഡു നമ്മൾ ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുമ്പോൾ ഇവിടെ ഡു ഓക്സിലറി വെർബായിട്ടും ഹാവ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം ഇന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഹാവ് നമ്മൾ മെയിൻ വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഡു യു ഹാവ് എ കാർ, ഓക്സിലറി വെർബ് ഉണ്ട്, മെയിൻ വെർബും ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് അറിയാം. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയും യെസ് ഐ ഹാവ് എ കാർ എന്ന് പറയണം അല്ലേ. യെസ് ഐ ഹാവ് എ കാർ. അപ്പം ഈ ഹാവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം കൂടെ നമുക്ക് വരുന്നുണ്ട്. മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളൊരർത്ഥം. അല്ലാത്ത പക്ഷം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കും ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്, അല്ലെങ്കിൽ ഐ ഹാവ് ഡ്രിവൺ ദ കാർ. ഡ്രൈവ് ഉണ്ടോ? ഡ്രൈവ് ഒരു വെർബ് അവിടെ വരും അതിന്റെ കൂടെ. ഐ ഹാവ് ഡ്രിവൺ ദ കാർ, ഹാവിന്റെ കൂടെ V3 വരും നമുക്കറിയാം. പക്ഷെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് വെർബ് മാത്രം മതി. ഐ ഡ്രൈവ് എ കാർ എന്ന് പറയും പോലെ ഐ ഹാവ് എ കാർ എന്ന് പറയാൻ പറ്റും. ഡ്രൈവ് എ കാർ എന്ന് പറഞ്ഞാൽ ഞാനൊരു കാർ ഡ്രൈവ് ചെയ്തു, ഇവിടെ കാർ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. മനസ്സിലായോ? ആ ഡിഫറൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഹാവ് എന്ന് പറഞ്ഞാൽ മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അതിന് ഓക്സിലറി ഡു കൊടുത്തിട്ടുണ്ട്. ഡു യു ഹാവ് എ കാർ. ഇനി ആൻസർ എങ്ങനെ പറയാം? യെസ് ഓർ നോ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആൻസർ എങ്ങനെയാ പറയാ? എപ്പോഴും യെസ്, യെസ് പറയണം. യെസ് ഐ ഹാവ് എ കാർ, യെസ് ഐ ഹാവ് എ കാർ. ഇതാണ് ഫസ്റ്റ് ആൻസർ പറയാ. ഇല്ലെങ്കിലോ? നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ ഹാവ് നോ കാർ എന്ന് പറഞ്ഞൂടെ? ഐ ഹാവ് നോ കാർ, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഐ ഹാവ് നോ കാർ എന്ന് പറഞ്ഞൂടെ? നോക്കൂ, ഐ ഹാവ് നോ കാർ. മനസ്സിലായോ? ഐ ഹാവ് നോ കാർ. ഇവിടെ നോക്കൂ, ഇവിടെ നോ കാർ വരുന്ന നമ്മളിപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് നോട്ട് കൊടുക്കണം. പക്ഷെ ഇവിടെ മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നോട്ട് കൊടുത്താൽ ശരിയാവില്ല. ഐ ഹാവ് നോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഐ ഹാവ് നോ കാർ, നോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എ കാർ എന്ന് പറഞ്ഞില്ലേ, ഐ ഹാവ് എ കാർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഐ ഹാവ് ടു കാർസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് കാർ ഉണ്ടെന്ന്. സീറോ കാർസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ അടുത്ത് കാർ ഇല്ലെന്നല്ലേ അർത്ഥം. ഇപ്പോൾ നോ കാർ എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ്. എൻ്റെ അടുത്ത് കാർ ഒന്നും ഇല്ല. ഐ ഹാവ് നോ കാർ ഇങ്ങനെ പറയാൻ പറ്റും. നോട്ട് എന്ന് പറയരുത്, ഇവിടെ പറഞ്ഞ തെറ്റാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഐ ഹാവ് നോ കാർ ടു ഗോ ടു വർക്ക്. ഇതെന്തിനാ ഞാൻ പറഞ്ഞേക്കുന്നത്? നമുക്ക് എൻ്റെ വർക്കിലേക്ക് പോവാൻ, ജോലിക്ക് പോവാൻ എൻ്റെ അടുത്ത് കാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സെന്റൻസ് ഞാൻ അതിനൊന്ന് വലുതാക്കി ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് എനി കാർ. ഞാൻ പറഞ്ഞു ഐ ഹാവ് നോ കാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോട്ട് ചേർക്കണമെങ്കിൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ ഓക്സിലറി വെർബ് എന്താ? ഡു ആണ്. അപ്പം ഡു നോട്ട് ഹാവ് എ കാർ, അല്ലെങ്കിൽ ഡു നോട്ട് ഹാവ് എനി കാർ. എൻ്റെ അടുത്ത് ഒരു കാറും ഇല്ല. ഐ ഡോണ്ട് ഹാവ് എനി കാർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് നോ കാർ എന്ന് പറയാൻ പറ്റും. ഇനി നോക്കൂ, ഒന്നും കൂടെ നമുക്കത് പറയാം. ഡു യു ഹാവ് മണി. ഡു യു ഹാവ് മണിക്കകത്ത് അടുത്ത് ഡു യു ഹാവ് മണിക്കകത്ത് എന്താ വരുന്നത്? നമ്മൾ സെയിം യെസ് ഓർ നോ പറയണം. യെസ് ഐ ഹാവ് മണി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് നോ മണി എന്ന് പറയാം. എൻ്റെ അടുത്ത് മണി ഇല്ല. അല്ലെങ്കിലോ ഐ ഡോണ്ട് ഹാവ് മണി എന്ന് പറയാം. അത് നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ഇനി നോക്കൂ, ആദ്യം നമ്മൾ ഇതിൽ നമ്മൾ നോക്കാം. ഡു യു ഹാവ് മണി എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് പൈസ ഉണ്ടോ? നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിന്റെ അടുത്ത് പൈസ ഉണ്ടോന്ന് ചോദിക്കില്ലേ? നമ്മൾ പോകുന്ന കാര്യം നടത്താൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഐ ഹാവ് യെസ് ഐ ഹാവ് മണി എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിനർത്ഥം എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ ചെയ്തോളാം. പിന്നെ അതിനകത്ത് കുറെ ഓപ്ഷൻസ് വരും. യെസ് ഐ ഹാവ് മണി എന്ന് പറഞ്ഞാൽ ഓക്കെ, എൻ്റെ അടുത്ത് മണി ഉണ്ട്. ഇനി നമ്മളുടെ അടുത്ത് നമുക്ക് അറിയില്ല എത്ര രൂപ ചിലവാവും, ഇനി എത്ര രൂപ വേണ്ടി വരും എന്ന് നമുക്ക് അറിയില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് പ്രശ്നം വരിക?
നമ്മൾ പറയണം എൻ്റെ അടുത്ത് കുറച്ച് പൈസയേ ഉള്ളൂ എന്ന് പറയണ്ടേ. അപ്പൊ എന്താ ഐ ഹാവ് മണി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്നാണ് അർത്ഥം. കുറച്ചുണ്ടോ കൂടുതലുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് പൈസയേ ഉള്ളൂ, ഇനി തികയൊന്നും അറിയില്ല, ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം, ഐ ഹാവ് സം മണി എന്ന് പറയാം അല്ലെ. ഐ ഹാവ് സം മണി, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടെന്ന് പറയാം. ഇനിയോ, ഇനി എന്താ പറയാ, എൻ്റെ അടുത്ത് ആവശ്യത്തിന് പൈസ ഉണ്ട്, ഐ ഹാവ് ഇനഫ് മണി എന്ന് പറയും. ഐ ഹാവ് ഇനഫ് മണി, അതായത് ആവശ്യത്തിന് എന്താ കാര്യം ചെയ്യാനുള്ള പൈസ എൻ്റെ അടുത്തുണ്ട്, ഐ ഹാവ് ഇനഫ് മണി. എന്നിട്ടോ എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടെന്ന് എങ്ങനെ പറയും, ഐ ഹാവ് എ ലോട്ട് ഓഫ് മണി എന്ന് പറയും. ഐ ഹാവ് എ ലോട്ട് ഓഫ് മണി. മനസ്സിലായല്ലോ. ഇനി ഇനി ഈ ഡു യു ഹാവ് മണി നമുക്ക് ഒന്നും കൂടി നോക്കാം. എന്താ അതിന് നെഗറ്റീവ് പറയണ്ടേ, ഐ ഹാവ് നോ മണി എന്ന് പറയാൻ പറ്റും. നെഗറ്റീവ് പറയാൻ ഐ ഹാവ് നോ മണി എന്ന് പറയാൻ പറ്റും. അതുപോലെ ഐ ഡോണ്ട് ഹാവ് മണി എന്ന് പറയാൻ പറ്റും. രണ്ടും സെയിം ആണ്. ഹാവ് ഞാൻ പറഞ്ഞു, ഹാവ് കഴിഞ്ഞിട്ട് നോട്ടേ വരത്തുള്ളൂ, ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കും. മെയിൻ വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഐ ഹാവ് നോ മണി എന്നേ പറയത്തുള്ളൂ. ഐ ഡോണ്ട് ഹാവ് മണി എന്ന് അല്ലെങ്കിൽ നമ്മൾ ഓക്സിലറി ഉപയോഗിച്ച് ഡോണ്ട് പറയുകയാണെങ്കിൽ ഡോണ്ട് ഹാവ് മണി എന്ന് പറയണം. ഐ ഡോണ്ട് ഹാവ് എനി മണി എന്നും നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ആം ഔട്ട് ഓഫ് മണി എന്ന് എപ്പോഴാണ് പറയുക, ഐ ആം ഔട്ട് ഓഫ് മണി എന്ന് നമുക്ക് പറയാൻ പറ്റും. എപ്പോഴാണ് പറയാൻ പറ്റുക, അതായത് നമ്മൾ ഒരു കാര്യത്തിന് കുറച്ച് പൈസ കൊണ്ടുപോകുമ്പോൾ, നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ പൈസ മൊത്തം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള പൈസ തീർന്നു, കയ്യിലിരുന്ന പൈസ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഐ ആം ഔട്ട് ഓഫ് മണി. ഐ ആം ഔട്ട് ഓഫ് മണി എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡസ് ഹി ഹാവ് ആൻ ഐഡിയ. ഇവിടെ നോക്കൂ, ഹി കഴിഞ്ഞിട്ട് ഹാസ് വരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഡസ് ഹി ഹാവ് ആൻ ഐഡിയ എഴുതിയേക്കുന്നത് തെറ്റല്ലേ എന്ന് നമുക്ക് തോന്നും അല്ലേ. അല്ല. എന്തുകൊണ്ടാണ് ഡസ് ഹി ഹാവ് ആൻ ഐഡിയ? നമ്മൾ പറഞ്ഞു മെയിൻ വെർബ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളൂ. ഞാൻ ബേസിക്സ് ഇത് എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ ബേസിക്സ് പഠിപ്പിച്ചതാണ്. എന്താണ്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയണം വെർബിനെ. ഒരു വെർബിനെ കിട്ടിയാൽ നമ്മൾ കമ്മിന് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഡു പ്ലസ് കം കം, ഡസ് പ്ലസ് കം കംസ്, ഡിഡ് പ്ലസ് കം എന്ന് നമ്മൾ പഠിച്ചു. കെയ്മെന്ന് നമ്മൾ പഠിച്ചു. മനസ്സിലായല്ലോ. അതുപോലെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഹാവിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഹാവും ഹാസും ഹാഡിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹീയുടെ കൂടെ ഹാസ് വരുന്നതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും, ഡസ് ആദ്യം വന്നതുകൊണ്ട് ഹാവ് ആണ് ഉപയോഗിക്കുക. അതിന് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡസ് പ്ലസ് ഹാവ് എന്നാണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹാസ് എന്ന് കിട്ടും. ഡസ് പ്ലസ് ഹാവ്, അതാണ് ഡസ് ആദ്യം എഴുതി രണ്ടാമത് ഹാവ് എഴുതി. ആദ്യം ഡു യു ഹാവ് എ കാർ, ഞാൻ ആദ്യം പറയാതിരുന്നത് നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂസ് ആയിപ്പോകും. ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവും. ഡു യു ഹാവ് എ കാറിനകത്ത് ഡു പ്ലസ് ഹാവിനെ ഹാവ് എന്നും ഡസ് പ്ലസ് ഹാവിനെ ഹാസ് എന്നും പറയും. മനസ്സിലായല്ലോ. ഡസ് പ്ലസ് ഹാവ് ഹാസ് എന്നും ഡു പ്ലസ് ഹാവിനെ എന്തെന്ന് പറയും, ഹാസ് എന്നും പറയും. അതുകൊണ്ടാണ് ഡസ് ഉപയോഗിച്ചുകൊണ്ട് ഹാവ് അല്ല, അത് ഹാസ് തന്നെയാണ്. ഡസ് ഹി ഹാവ് ആൻ ഐഡിയ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നോക്കൂ, യെസ് ഹി ഹാസ് ആൻ ഐഡിയ. യെസ് ഹി ഹാസ് ആൻ ഐഡിയ. ഞാൻ ഓരോ സെന്റൻസ് പഠിപ്പിക്കുമ്പോഴും ഓരോ കാര്യമാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ആദ്യത്തെ കാര്യം ആദ്യം പോയി കാണുക, ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ കാണുക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഹി ഹാസ് നോ ഐഡിയ. ഹീയുടെ കൂടെ ഹാസേ വരുള്ളൂ, ഉറപ്പാണ് ഹാസേ വരുള്ളൂ. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. അതുകൊണ്ട് ഡസ് ആദ്യം എഴുതിയത് കൊണ്ട് പിന്നെ ഡസ് ഹി ഹാസ് എന്ന് എഴുതിയ തെറ്റാണ്. അതുകൊണ്ട് ഡസ് ഹി ഹാവ് എന്നേ എഴുതാൻ പറ്റുള്ളൂ. ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. അതുകൊണ്ടാണ് ഡസ് പ്ലസ് ഹാവ് എഴുതിയേക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത് ഷീ വന്നാലും ഇത് തന്നെയാണ്. ഹി ഹാസ് നോ ഐഡിയ. ഇനിയോ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഹി ഡസ് നോട്ട് ഹാവ് എനി ഐഡിയ എന്ന് പറയണമെങ്കിൽ ഹി ഹാസ് നോ ഐഡിയ. അതുപോലെ നമ്മൾ എന്താ പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ എന്ന് പറഞ്ഞ പോലെ ഹി ഡസ് നോട്ട് ഹാവ്. ഡസ് നോട്ട് വന്നു കഴിഞ്ഞാൽ ഹാവ് ഇവിടെ വരത്തുള്ളൂ. ഡസ് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാവേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഡസ് നോട്ട് ഹാവ് എനി ഐഡിയ. ഇനി അടുത്തത് നോക്കൂ, ഡസ് ഷീ ഹാവ് എ പെൻ. ഞാനത് സെയിം ആ ഹീക്ക് പകരം ഒരു ഷീ കൂടെ ഇട്ടെന്നേ ഉള്ളൂ. ഷീ മാറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഡസ് ഷീ ഹാവ് എ പെൻ? യെസ് ഷീ ഹാസ് എ പെൻ. ഷീ ഹാസ് നോ പെൻ. ഷീ ഡസ് നോട്ട് ഹാവ് എ പെൻ. മനസ്സിലായല്ലോ. ഡസ് നോട്ട് ഹാവ് എ പെൻ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൂട്ടിയാൽ മതി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തെന്തോ, ഡു ദേ ഹാവ് ബുക്ക്. ഇവിടെ നോക്കൂ, ഡൂനെ സ്പ്ലിറ്റ് ചെയ്യണം. ഡു ദേ ഹാവ് ബുക്സ്. ഡു പ്ലസ് ഹാവ് എന്നോ ഈസ് ഈക്വൽ ടു ഹാവ് ആണ്. ഡു പ്ലസ് ഹാവ് ഈസ് ഈക്വൽ ടു ഹാവ് ആണ്. അപ്പൊ ഹാവേ വരുള്ളൂ. ഒന്നുകിൽ ഡു പ്ലസ് ഹാവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാവ് മാത്രം ഉപയോഗിക്കാം. രണ്ടും സെയിം ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ സ്പ്ലിറ്റിംഗ് ഓഫ്, ഇൻ കേസ് ഇത് മനസ്സിലായില്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വെർബിൽ ഞാൻ നല്ലോണം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. ഇപ്പൊ പറഞ്ഞ ഒരുപാട് സമയം വേസ്റ്റ് ആവും. യെസ് ദേ ഹാവ് ബുക്സ്.
ദേ ഹാവ് നോ ബുക്സ്. ഇത് ഡു പ്ലസ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞെന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ദേ ഡോണ്ട് ഹാവ് ബുക്സ്. ദേ ഡോണ്ട് ഹാവ് ബുക്സ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ശ്രമിക്കാം. ഇനി നമ്മൾ എന്താ, നമ്മള് ഇതിപ്പം പ്രസന്റ് ടെൻസ് ആണ് പറഞ്ഞത്, അവർക്ക് കാർ ഉണ്ടോ ഇല്ലേ എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പൊ കാർ ഉണ്ടായിരുന്നോ എന്നാ ചോദിക്കണ്ടേ. ഡിഡ് ഷീ ഹാവ് എ കാർ? ഡിഡ് ഷീ ഹാവ് എ കാർ? ഇത് നോക്കൂ, ഡിഡ് ആണ് വന്നേക്കുന്നത്. ഡിഡ് പ്ലസ് ഹാവ് ആകുമ്പോൾ എന്തായി മാറും? ഹാഡ്, പാസ്റ്റ് ടെൻസിലോട്ട് പോകും. ഡിഡ് പ്ലസ് ഹാവ് ഹാഡ് ആയി മാറും. അപ്പൊ നമ്മള് ഡസ് ഷീ ഹാവ് എ കാർ എന്ന് നമ്മൾ ചോദിച്ചപ്പോ നമ്മൾ എന്താ മറുപടി പറഞ്ഞ? യെസ് ഷീ ഹാസ് എ കാർ എന്ന് പറഞ്ഞു. ഇവിടെ ഡിഡ് പ്ലസ് ഹാവ് എന്ന് വരുമ്പം ഹാഡ് ആണെന്ന് വരും. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരണം? ഷീ ഹാവ് എ കാർ വരുമോ, ഹാഡ് എ കാർ വരുമോ? ഷീ ഹാഡ് എ കാർ. യെസ് ഷീ ഹാഡ് എ കാർ വരണം. മനസ്സിലായോ? ഷീ ഹാഡ് എ കാർ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഡിഡ് ഷീ ഹാവ് എ കാർ എന്ന് ചോദിച്ചാൽ യെസ് ഷീ ഹാഡ് എ കാർ എന്ന് വേണം പറയാൻ. ഷീ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഗ്രാമാറ്റിക്കലി തെറ്റാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഷീ ഡിഡ് നോട്ട് ഹാവ് എ കാർ. ഇവിടെ നോക്കൂ, നോട്ട് ചേർക്കണമെങ്കിൽ ഡിഡ് നോട്ട് ഹാവ് എ കാർ, അല്ലെങ്കിൽ നമുക്ക് നോ ചേർക്കണമെങ്കിൽ ഷീ ഹാഡ് നോ കാർ എന്ന് പറയാം. നോ പ്രോബ്ലം. ഷീ ഹാഡ് നോ, അവർക്ക് കാർ ഉണ്ടായിരുന്നില്ല, കാർ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഡിഡ് അല്ലെങ്കിൽ ഡിഡ് നോട്ട് ഉപയോഗിക്കണം. ഷീയുടെ കൂടെ ഡസ് നോട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ഉപയോഗിക്കണം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡസ് നോട്ടും, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ടും. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡിഡ് യു ഹാവ് എ കാർ? ഫസ്റ്റ് ഇത് തന്നെയാണ്. യു നിന്നോട് ചോദിക്കുകയാണ്, നിനക്ക് പാസ്റ്റിൽ കാർ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ്. യെസ് ഐ ഹാഡ് എ കാർ. യെസ് ഐ ഹാഡ് എ കാർ. അതെ, എൻ്റെ അടുത്ത് കാർ ഉണ്ട്. ഐ ഹാഡ് എ കാർ. ഉണ്ടായിരുന്നു. ഐ ഹാഡ് നോ കാർ പറയാലോ. ഇത് രണ്ടും നമുക്കറിയാം. ഐ ഹാഡ് നോ കാർ ടു ഗോ ടു വർക്ക്. എനിക്ക് കാർ ഉണ്ടായിരുന്നില്ല ജോലിക്ക് പോവാൻ. എന്നാൽ അതിനർത്ഥം എന്താ? ഇപ്പൊ ഉണ്ട്. നേരത്തെ എനിക്ക് കാർ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ടെന്നാണ് അർത്ഥം. ഇപ്പോഴും ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ കാർ എന്നാ പറയാ. ഇപ്പം ഐ ഹാഡ് നോ കാർ ടു ഗോ ടു വർക്ക്. എനിക്ക് ജോലിക്ക് പോകാൻ കാറില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കാർ മേടിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഈ ആൻസർ പറയാ. ഇനിയോ, ഐ ഡിഡൻ ഹാവ് എനി കാർ. ഇതിനർത്ഥം എന്താ? എൻ്റെ അടുത്ത് കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. ഐ ഡിഡൻ ഹാവ് എനി കാർ. എൻ്റെ അടുത്ത് കാർ ഉണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഐ ഡിഡൻ ഹാവ് എനി കാർ. മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഐ ഡിഡൻ ഹാവ് എനി കാർ. ഡിഡ് ദേ ഹാവ് ബുക്സ്? യെസ് ദേ ഹാഡ് ബുക്സ്. ദേ ഹാഡ് ബുക്സ്. ഇത് ഡിഡ് ദേ ഹാവ് ദേയുടെ കൂടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഉപയോഗിച്ചു. ദേയുടെ കൂടെ ഹാഡേ വരത്തുള്ളൂ. പാസ്റ്റ് ടെൻസ് വരുമ്പം എല്ലാം ഡിഡും ഹാഡും മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഹാസും ഹാവിന്റെ ഡിഫറൻസ് വരത്തില്ല. പ്രസന്റ് ടെൻസിൽ മാത്രമേ ഉള്ളൂ ചേഞ്ചസ് വരത്തുള്ളൂ. പ്രസന്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും വരുമ്പോൾ. ഇനി ദേ ഡിഡൻ ഹാവ് ബുക്സ്. ദേ ഡിഡൻ ഹാവ് ബുക്സ്. ഇനി നോക്കൂ, ഹാവ് യു ഹാഡ് ഡിന്നർ. ഇവിടെ നോക്കൂ, ഇവിടെ ഹാവ് വന്നിട്ടുണ്ട്, ഹാഡ് വന്നിട്ടുണ്ട്. നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ലേ? ഹാവും ഹാഡും ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. ഹാവും ഹാഡും. ഇവിടെ ഹാവ് യു ഹാഡ് ഡിന്നർ, ഡു യു ഹാഡ് ഡിന്നർ എന്ന് ചോദിക്കില്ല, ഡു യു ഹാവ് ഡിന്നർ എന്ന് ചോദിക്കും, അല്ലെ ഡിഡ് യു ഹാവ് ഡിന്നർ എന്ന് ചോദിക്കും, അല്ലെ? ഇവിടെ ഹാവ് യു ഹാഡ് ഡിന്നർ, ഇവിടെ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്സിലറി വെർബായിട്ടും ഹാഡ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ. നീ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നോ, കഴിച്ചായിരുന്നോ? യെസ് ഐ ഹാവ് ഹാഡ് മൈ ഡിന്നർ എന്ന് പറയണം. യെസ് ഐ ഹാവ് ഹാഡ് മൈ ഡിന്നർ എന്ന് പറയണം. ഐ ഹാവ് നോട്ട് ഹാഡ് ഡിന്നർ. ഐ ഹാവിൻറ്റ്. ഇവിടെ കണ്ടോ, ഇവിടെ ഹാവിന്റെ കൂടെ നോട്ട് ചേർക്കും. എന്തുകൊണ്ടാ? ഇവിടെ ഓക്സിലറി ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഞാൻ ആദ്യം പറഞ്ഞു ഐ ഹാവ് നോ കാർ. മെയിൻ വെർബ് ആയതുകൊണ്ട് നമ്മൾ നോയും ഉപയോഗിക്കും. ഇവിടെ ഓക്സിലറി ആയിട്ടാണ് ഇവിടെ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് നോട്ട് ഹാഡ് ഡിന്നർ. ഐ ഹാവിൻ ഹാഡ് ഡിന്നർ എന്ന് നമ്മൾ പറയുമ്പോൾ ഐ ഹാവിൻ ഹാഡ് ഡിന്നർ എന്ന് ഒറ്റ അടിക്ക് പറയാൻ പറ്റും. ഐ ഹാവ് നോട്ട് ഹാഡ് ഡിന്നർ, ഐ ഹാവിൻ ഹാഡ് ഡിന്നർ എന്ന് പറയാം. നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് ഐ ഹാവ് നോ ഡിന്നർ. ഐ ഹാവ് നോ ഡിന്നർ എന്ന് എന്തിനാ പറയുന്നത്? ഐ ഹാവ് നോ ഡിന്നർ എന്ന് പറയുന്നതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോ ഡിന്നർ എന്ന് എൻ്റെ കയ്യിൽ ഡിന്നർ ഇല്ല. അതായത് എൻ്റെ പക്കൽ ഡിന്നർ ഇല്ല, രാത്രി കഴിക്കേണ്ട ഡിന്നർ എൻ്റെ അടുത്തില്ല. ഒന്നുകിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ഐ ഹാവ് നോ ഡിന്നർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഐ ഹാവ് നോ ഡിന്നർ, എൻ്റെ അടുത്ത് ഡിന്നർ ഇല്ല. എൻ്റെ അടുത്ത് കാർ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഡിന്നർ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്, എൻ്റെ കയ്യിൽ ഡിന്നർ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഐ ഹാവ് നോ ഡിന്നർ എന്ന് പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് ഡിന്നർ. ഐ ഡോണ്ട് ഹാവ് ഡിന്നർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഐ ഡോണ്ട് ഹാവ്
ഡിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിന്നർ കഴിക്കാറില്ലെന്നാണ് അതിനർത്ഥം. ഐ ഡോണ്ട് ഹാവ് ഡിന്നർ എന്നാൽ എൻ്റെ അടുത്ത് ഡിന്നർ ഇല്ലെന്നല്ല. ഐ ഡോണ്ട് ഹാവ് ഡിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിന്നർ കഴിക്കാറേ ഇല്ലെന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് സെന്റൻസ്. ഐ ഹാവ് നോ ഡിന്നർ എന്നാൽ എൻ്റെ അടുത്ത് ഡിന്നർ ഇല്ല എന്നാണ് അർത്ഥം. എനിക്ക് കഴിക്കാൻ ഡിന്നർ ഇല്ല എന്നാണ് അർത്ഥം. ഐ ഡോണ്ട് ഹാവ് ഡിന്നർ എന്ന് പറഞ്ഞാലോ അത് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഡിന്നർ കഴിക്കാറേ ഇല്ലെന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? ഐ ഡോണ്ട് ഡ്രിങ്ക് എന്ന് പറയത്തില്ലേ, ഞാൻ വെള്ളം അടിക്കത്തില്ല. ഐ ഡോണ്ട് ഡ്രിങ്ക്, ഐ ഡോണ്ട് സ്മോക്ക് എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് ഡിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിന്നർ കഴിക്കാറേ ഇല്ലെന്നാണ് അതിനർത്ഥം. ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ല, അതാണ് അതിനർത്ഥം. ഇത് ഓർത്തോണം. ഇനി ഹാസ് ഷീ ഹാഡ് ഡിന്നർ. ഇത് ഹാസ് ഷീ ഹാഡ് ഡിന്നർ. ഷീയുടെ കൂടെ ഹാസ് വരുന്നതുകൊണ്ട് ഹാസ് ഓക്സിലറി വെർബായിട്ട് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നു. ഹാസ് ഷീ ഹാഡ് ഡിന്നർ. യെസ് ഷീ ഹാസ് ഹാഡ് ഡിന്നർ. ഷീ ഹാസ് ഹാഡ് ഡിന്നർ. അവള് ഊണ് കഴിച്ചിട്ടുണ്ട്. ഷീ ഹാസ് നോട്ട് ഹാഡ് ഡിന്നർ. ഇവിടെ ഹാസ് ഓക്സിലറി നോട്ട് അവിടെ ചേർക്കാം. ഹാസ് നോട്ട് ഹാഡ് ഡിന്നർ. ഹാഡ് ഹി ഹാഡ് ഡിന്നർ. ഹാഡ് ഹി ഹാഡ് ഡിന്നർ എന്ന് പറഞ്ഞൂടെ? എന്താ പാസ്റ്റ് പെർഫെക്റ്റിനകത്ത് നമുക്ക് ഹാഡ് ഹി ഹാഡ് ഡിന്നർ എന്ന് ചോദിക്കാൻ പറ്റും. അപ്പോഴോ യെസ് ഹി ഹാഡ് ഹാഡ് ഡിന്നർ. ഹി ഹാഡ് ഹാഡ് ഡിന്നർ എന്ന് നമ്മൾ പറയണം. ഇതും കറക്റ്റ് ആണ്. ഇത് നമ്മൾ രണ്ട് പാസ്റ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റ് ഉപയോഗിക്കും. അങ്ങനെ വെൻ ഐ റീച്ച് ദെയർ ഹി ഹാഡ് ഹാഡ് ഡിന്നർ. മനസ്സിലായല്ലോ? അങ്ങനെ പറയാം. മനസ്സിലായല്ലോ? രണ്ട് കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നിങ്ങൾക്ക് മെയിൻ വെർബായിട്ട് ഹാവ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ മെയിൻ വെർബാക്കി വെച്ചിട്ട് ഹാവ് മെയിൻ വെർബാക്കി ഒരു സെൻറ്റൻസ് എഴുതുക, കമൻറ്റ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേന് ഇത്രയും മതി. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു വെരി മച്ച്.